വന്ദേഹം സച്ചിദാനന്ദം ഭാവാതീതം ജഗദ്ഗുരും നിത്യം പൂർണ്ണം നിരാകാരം നിർഗുണം സ്വാത്മസംസ്ഥിതം. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലിയിലെ 93 94 മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ. സ്വയം പ്രകാശാഖണ്ഡരൂപായ നമഃ. ഇതാണ് മന്ത്രങ്ങൾ രണ്ടും. മന്ത്രങ്ങൾ പറയുന്നത്, മന്ത്രം 93 പറയുന്നത് ഓം ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ. എന്താണത്? ബ്രാഹ്മണത്വം തുടങ്ങി ഭേദചിന്ത സൃഷ്ടിക്കുന്ന ആ ജാതികളൊന്നും തീണ്ടാത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടും കാണുന്ന സ്ഥിതിഗതികൾ നമ്മൾക്കറിയാം. മനുഷ്യജാതിയെ പല തട്ടുകളിലായിട്ട് തിരിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെയൊക്കെ തിരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തിരിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരിവ്, മനുഷ്യജാതിയിൽ അങ്ങനെയുള്ളൊരു തിരിവിൻ്റെ ആവശ്യമില്ല, അത് നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കിയ ആ ഗുരുവിനെ ആയിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ഇത്രയും മന്ത്രങ്ങൾ പഠിച്ചു, മറ്റ് തരത്തിലൊക്കെ ഗുരുവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു ഗുരു പരബ്രഹ്മ സ്വരൂപിയാണെന്ന്, അല്ലേ? അതിനുതകുന്നതാണ് പല മന്ത്രങ്ങളും ഇതിൽ നമുക്ക് ശ്രീമദ് ചൈതന്യ സ്വാമികൾ കാണിച്ചു തന്നത്. ഗുരു പൂർണ്ണനായ ഒരു അദ്വൈതി കൂടിയായിരുന്നു, അല്ലേ? പരബ്രഹ്മസ്വരൂപിയാണ്, ഒപ്പം പൂർണ്ണനായ ഒരു അദ്വൈതി കൂടിയായിരുന്നു. അദ്വൈതമാണ് ഗുരുവിൻ്റെ ദർശനം. അപ്പം എല്ലാത്തിനെയും ഒന്നായി കാണുന്ന അദ്വൈത ദർശനം, രണ്ടില്ലാത്ത അവസ്ഥ. അപ്പം ഏകത്വ ദൃക്കാണ് ഗുരു, അതും സംശയമില്ലാത്ത കാര്യമാണ്. അദ്വൈതിക്ക്, അതായത് ഏകത്വ ദൃക്കിന്, എല്ലാത്തിനെയും ഒന്നായി കാണുന്ന മഹാത്മാവിനെയാണ് നമ്മൾ ഏകത്വ ദൃക്ക് എന്ന് പറയുന്നത്. ഭേദചിന്ത ഇല്ലാതെ എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. അപ്പം താൻ കാണുന്ന സകലതും ഒരേ ഒരു ചൈതന്യമാണെന്നാണ് ഏകത്വ ദൃക്ക് അല്ലെങ്കിൽ അദ്വൈതിക്ക് ബോധത്തിൽ ഉറയ്ക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക് ഇത് നമ്മുടെ തിയററ്റിക്കലി എത്ര നമ്മുടെ ബോധത്തിൽ ഉറച്ചാലും പ്രാവർത്തികമാക്കുവാനുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് വലുതാണ്. എന്നാൽ ഗുരുവിന് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, മനുഷ്യരുടെ ഇടയിലുള്ള വേർതിരിവ് മനുഷ്യത്വത്തിന് നിരക്കാത്തതാണെന്ന് ഗുരു കണ്ടു. ആ ഗുരു നമ്മൾക്ക് 1888 മഹത്തായ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം നമ്മൾക്കവിടെ കുറിയിട്ട് തന്നു. എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന്, അല്ലേ? ജാതിഭേദം തരുമ്പ് പോലുമില്ലായിരുന്നു ഗുരുവിൻ്റെ തിരുവാക്കുകളാണത്. അതുപോലെ തന്നെ മഹാഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ജാതി നിർണയം എന്ന കൃതിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗുരുവിന് ജാതി എന്താണെന്ന് ഗുരു അവിടെ നമുക്ക് ജാതി നിർണയം, ജാതി മീമാംസ, ജാതി ലക്ഷണം എന്നീ കൃതികളെ കൂടി നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ജാതി നിർണയത്തിൽ ഗുരു എന്താണ് നമ്മൾക്ക് പറയുന്നത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരശൈവം ഹാ തത്വം വേത്തി കോപിന. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആ വർഗത്തിന് മനുഷ്യത്വം എന്ന ഒരേ ഒരു ജാതിയേ ഉള്ളൂ.
ബ്രാഹ്മണത്വാദി ജാതികളിലില്ല. എങ്ങനെയാണോ ഗോക്കൾക്ക് ഗോത്വം അവരുടെ ജാതിയായിരിക്കുന്നത് എന്നതുപോലെ തന്നെ. അപ്പോൾ ഈ തത്വം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് ഗുരു അവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഈ ഭേദവ്യവസ്ഥ ഇവിടെ നിലവിൽ നിൽക്കുന്നത് യാതൊരു തരത്തിലും മാനിക്കുവാൻ ഗുരുവിൻ്റെ അദ്വൈത ദർശനം ഗുരുവിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക്, അതായത് ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നു എന്താണ്, ഗുരു ഇത്തരം ജാതി വ്യവസ്ഥകളിലൊന്നും ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ അവതാര ലക്ഷ്യം തന്നെ എന്തായിരുന്നു? ഈ ജാതി ദുർബോധത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു തൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഗുരു സശരീരനായിരുന്നപ്പോൾ ഇവിടെ ചെയ്തിരുന്നത്. ഗുരുവിൻ്റെ സകല കർമ്മങ്ങളും നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ, ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്കിതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താണ്, ഈ ജാതി വ്യവസ്ഥയെ ഇവിടെ നിന്നും, ഈ വേർതിരിവിനെ, ഈ ഭേദചിന്തയെ ഓരോ മനസ്സിൽ നിന്നും ഇല്ലാതാക്കുന്നതിനുള്ള നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച തൻ്റെ ജീവിതം എന്താണ്, മഹാകവി കുമാരനാശാൻ നമ്മൾക്ക് പറയുന്നുണ്ടല്ലോ, ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലി ചെയ്ത ആ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാമെന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രീമദ് ചൈതന്യ സ്വാമികൾ വളരെ വ്യക്തമായിട്ട് ഗുരുവിനെ ഇവിടെ നമ്മൾക്ക് അവതരിപ്പിച്ച് തന്നു. എങ്ങനെ? ഓം ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ. ഇത്തരം ജാതി വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ആ മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ നമ്മൾക്കും നമസ്കരിക്കാം. മന്ത്രം 94 പറയുന്നത് ഓം സ്വയം പ്രകാശ അഖണ്ഡരൂപായ നമഃ. അവിടെ അത് ഉച്ചരിക്കുമ്പോൾ അഖണ്ഡം എന്നാണ് ഉച്ചരിക്കേണ്ടത്, പ്രകാശഖണ്ഡ എന്നല്ല. പലരും അങ്ങനെ ഉച്ചരിക്കുന്നുണ്ട്. സ്വയം പ്രകാശ അഖണ്ഡരൂപായ നമഃ. അപ്പം സ്വയം പ്രകാശവും അഖണ്ഡവുമായ ഈശ്വര സ്വരൂപിയാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഗുരുവിൻ്റെ അതായത് ഗുരു ഈശ്വര സ്വരൂപിയാണെന്ന് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ ഈശ്വരൻ്റെ സമുജ്വലമായ 2 വിശേഷണങ്ങളാണ് ഇവിടെ ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. എന്തൊക്കെയാണ്? പ്രകാശ സ്വരൂപനാണ്, അതുപോലെ തന്നെ അഖണ്ഡ സ്വരൂപവുമാണ്. ആ സ്വരൂപം അത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുമോ? അപ്പം നമ്മൾക്ക് പരബ്രഹ്മം രൂപമില്ലാത്തതാണ്, അരൂപിയാണ്. അപ്പം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ഈശ്വരനാണേലും കണ്ണുകൊണ്ട് കാണാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അതൊക്കെ നമ്മൾക്ക് അനുഭവമാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു നമ്മൾക്ക് ആത്മോപദേശ ശതകത്തിലൊക്കെ പറഞ്ഞു തരുന്ന അനുഭവിയാതറിവില്ല അല്ലേ എന്നൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപിയും സ്വയം പ്രകാശവും അഖണ്ഡ രൂപവുമായിരിക്കുന്ന ആ മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം അർപ്പിക്കുന്നതിനായിട്ട് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നു അല്ലേ, നമ്മൾ എല്ലാം കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു. അതിനെല്ലാം പ്രകാശമുണ്ടെങ്കിലേ നമ്മൾക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മുടെ കണ്ണ് തുറന്നിരുന്നാലും പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ പ്രകാശം, ഇവിടെ കാണുന്ന ആ വെളിച്ചം, അത് നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ പ്രകാശമെല്ലാം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? അതൊക്കെ എങ്ങനെയും പ്രകാശിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലൊരു വെളിച്ചമുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളൊരു ദീപം തെളിക്കണം, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ട് അതിനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സൂര്യചന്ദ്രാദികളെയും പ്രകാശിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത് ആരാണ്? സ്വയം പ്രകാശമായിരിക്കുന്ന ഒരു ചൈതന്യമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ്. അപ്പോൾ ആത്മോപദേശ ശതകത്തിൽ ഗുരു ഇത് നമ്മൾക്ക് വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. ശ്ലോകം 5
എന്താണത്, ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും വിലമതിയാത വിളക്കുതിക്കയും പിൻപുലികയുമില്ലിത് കണ്ടുപോയിടേണം. അവിടെ ഒരു വിലമതിയാത വിളക്കിനെ ഗുരു കാണിച്ചു തരുന്നുണ്ട്. ആ വിളക്ക് തന്നെയാണ് ഗുരു. അത് തന്നെയാണ് നമ്മൾ പറയുന്ന ബ്രഹ്മാവ്, ആത്മാവ്, ചൈതന്യ, ഈശ്വര ചൈതന്യം, ഇതെല്ലാം. അപ്പോൾ ആ വിളക്കാണ് ഇതിനെല്ലാത്തിനും പ്രകാശമായിട്ട്, സ്വയം പ്രകാശമായ ആ വിളക്കാണ് ഇവിടെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം ആരെങ്കിലും പ്രകാശിപ്പിച്ചിട്ട് കിട്ടുന്ന പ്രകാശമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ദീപം, അത് ഊർജ്ജസ്വലതയുള്ള ദീപമാണ്, പ്രചോദനം തരുന്ന ദീപമാണ്, സ്വയം ജ്യോതിസാണത്, സകലതിനും അധിഷ്ഠാനമായിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പം ആ ചൈതന്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ ചൈതന്യം തന്നെയാണ് ഗുരു എന്നാണ് ഇവിടെ ശ്രീമദ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം സർവ്വചരാചരങ്ങളെയും വിളക്കുന്ന ഒരു കെടാവിളക്കാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്, അഖണ്ഡ സ്വരൂപനാണ്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിക്കപ്പെടാൻ വയ്യാത്തത്. അപ്പം അതിന് യാതൊരു തരത്തിലും നമ്മൾക്ക് മാറ്റം വരുത്തുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു വസ്തു എന്താണ് ഇവിടെയുള്ളത്? പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സകല വസ്തുക്കളും ഷഡ്വികാരങ്ങൾക്ക് അധീനമാകുന്നതാണ്, അല്ലെ? എല്ലാത്തിനെയും ഷഡ്വികാരങ്ങൾ ബാധിക്കുന്നതാണ്. എന്നാൽ ഈ ചൈതന്യം മാത്രം, ഈശ്വര ചൈതന്യം മാത്രം, ആത്മസത്യം മാത്രം യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ബാധിക്കാത്തതാണ്. യാതൊരു തരത്തിലും അതിനെ ഒന്ന് മാറ്റിയെടുക്കുവാനോ ഒന്നും ചെയ്യാൻ സാധിക്കും, ഒരു വികാരവും അതിൽ വരുത്തുവാൻ സാധിക്കാത്ത ഒരേ ഒരു വസ്തു ഇവിടെയുള്ളത് ഈ ചൈതന്യം മാത്രമാണ്. അപ്പം അതുകൊണ്ട് ചൈതന്യസ്വാമികൾ വിശേഷിപ്പിച്ച് തരുന്നു, ഈ ഗുരുസ്വരൂപം, പരബ്രഹ്മസ്വരൂപിയായ സ്വയം പ്രകാശ പകരുന്ന ആ ഗുരുസ്വരൂപം അഖണ്ഡവുമാണെന്ന് വിശേഷിപ്പിച്ച് തരികയാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ. അപ്പം അങ്ങനെയുള്ള സ്വയം പ്രകാശവും അഖണ്ഡസ്വരൂപനുമായ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾക്കും നമസ്കാരം അർപ്പിക്കാം, നമ്മൾക്കും പ്രണാമം അർപ്പിക്കാം. ആ മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.